3 ലീലാഫി ദിവസം രാവിലെ ഊതിയ ഭയങ്കര വർക്കത്താ. കടം വാങ്ങിയ ആൾക്കാർക്ക് കടം കൊടുക്കണം, അത് ലീലാഫിമ പോകില്ല. അടുപ്പിൽ തീ കത്തിക്കുമ്പോ ഈസി കുക്ക് ഓണാക്കുമ്പോ ലീലാഫി കൊണ്ട് തുടങ്ങാം, അതൊരു ബർക്കത്താണ്. അങ്ങനെയാണ്. ഇപ്പോ അത്തന്നൂറ് ബറക്ക, പ്രിയപ്പെട്ട ഉമ്മമാരെ, വീട്ടിൽ സിത്തത്തും ഫിദ്ദാരി ബറക്ക. കഴിഞ്ഞ വർഷത്തിന്റെ മുമ്പത്തെ വർഷം വീടിനെ പറ്റി വേദനപ്പോ പറഞ്ഞാണ്. വീട്ടില് ബറക്കത്താണ് വിറക് കത്തിക്കുന്ന അടുപ്പ്, അതൊരു ബറക്കത്താ. അതിന്റെ സ്ഥാനം എവിടെ വെച്ചായിക്കോട്ടെ, കത്തിക്കന്നെ. അത് പല നാട്ടിലും പല രൂപങ്ങളിലാണ്. വടക്ക് കിഴക്ക് ഭാഗത്ത് ഉണ്ടാവാറുണ്ട്, തെക്ക് കിഴക്ക് ഭാഗത്ത് അഗ്നികോണ് എന്നൊക്കെ പറയും. അങ്ങനെ കോണുണ്ടോ അല്ലേ എന്ന് വേറെ വിഷയം. അവിടെ ആക്കാറുണ്ട്. ചിലവര് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ആക്കാറുണ്ട്. അങ്ങനെ പലതും ഉണ്ട്. വീട്ടിൽ കത്തിക്കുന്ന അടുപ്പുണ്ടാകൽ ഒരു ബർക്കത്താ. അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായി നന്ന് ഉപയോഗിച്ചെന്നുള്ള ആ ഒരു സംഭവം ഇല്ല. പഴയ കാലത്ത് അമ്മിയിൽ ഇങ്ങനെ അരച്ചിരുന്നു. നമ്മൾ ഈ ജിമ്മിനൊക്കെ പോണോടത്ത് പല മെഷീനും കാണാം, പൊക്കുന്നതും പിടിക്കുന്നതും അതുപോലെ പല സംഭവങ്ങളും, ഇങ്ങനെ ഇങ്ങോട്ടും ആക്കുന്നതും അതുപോലെ ഇങ്ങനെ താഴ്ത്തുന്നതും പൊക്കുന്നതും. നമ്മളൊക്കെ ഇങ്ങനെ പോകുന്ന സമയത്ത് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെ ഓർമ്മ വരും പഴയ കാലത്ത് നമ്മൾ ഈ ബക്കറ്റും വെള്ളം കിണറ്റ് മുക്കിന്നില്ലേ. ഇവിടെയൊക്കെ പിന്നെ തോണ്ടിയ വെള്ളമായിരിക്കും. അപ്പൊ അങ്ങനെ ഇങ്ങനെ മുക്കുന്ന സമയത്ത് നമ്മളെ ഇവിടെയുള്ള പേശികള്, മസിലുകള് അങ്ങനെയൊക്കെ വളരെ കൃത്യമായി പ്രവർത്തിക്കും. അൽ ബറക്കത്തു ഫിൽ ഹറക, അൽ ബറക്കത്തു ഫിൽ ഹറക, ചലിക്കുന്നതിലാണ് ബറക്കത്ത് ഉണ്ടാവുക. അപ്പൊ അരയ്ക്കുന്ന സമയത്ത് അമ്മിപ്പിള്ള എന്ന് പറയും തെക്ക് ഭാഗത്ത്, അമ്മിക്കുട്ടി അറിയും നമ്മളെ ഭാഗത്ത്. 6 നാട്ടിൽ 100 ഭാഷ എന്നാ, ഓരോ നാട്ടിൽ ഓരോ ഭാഷയാണ്. അപ്പൊ ഇങ്ങനെ അരക്കണ ആളുകൾ അമ്മിയില് അരക്കലുണ്ട്. അപ്പൊ എന്താ മോനെ വീട്ടിൽ അരക്കലുണ്ട് അമ്മിയില്? അമ്മി പറഞ്ഞാൽ മനസ്സിലായോ? ആ കുട്ടിക്ക് മനസ്സിലായിട്ടൊന്നല്ല. അപ്പൊ അമ്മി പറഞ്ഞ സാധനം ഉണ്ട് കേട്ടോ, ഒരു കല്ലുകൊണ്ടുള്ള സാധനം. ഇപ്പൊ ചെറിയ കനം കുറഞ്ഞിട്ടുള്ള വെയിറ്റ്ലെസ് ആയിട്ടുള്ള സംഭവങ്ങളാണ്. മിക്സി വരുന്നതിന്റെ മുമ്പൊക്കെ അങ്ങനെയായിരുന്നു. അപ്പൊ ഒക്കെ ഒരു ബറക്കത്താണ്, നമ്മളെ ശരീരം അളകുക എന്നുള്ളത്. ബറക്കാൻ പറഞ്ഞു എന്താന്ന്, അടുപ്പ് കത്തിക്കുന്ന അടുപ്പ് വീട്ടില് ബറക്കത്താണെന്ന് ഹദീസിലുണ്ട്. അത് രാവിലെ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ സ്റ്റാർട്ട് ഒരു ലീലാഫിൽ തുടങ്ങിയാൽ ആ വീട്ടിലെ ഭക്ഷണം നല്ല ബർക്കത്തായിരിക്കും, ഭയങ്കര ബർക്കത്തായിരിക്കും. അപ്പൊ ഖുർആൻ ഓത്ത് എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവം. ഇജ്അലു നസീബൻ മിനൽ ഖുർആനി ഫീ ബുയൂതിക്കും, വീട്ടിൽ ഖുർആൻ പാരായണം എന്നുള്ളൊരു സംഭവം, അത് വീട്ടിന്റെ ഒരു സ്പിരിച്വലി പ്രൊട്ടക്ഷനാണ്, ഒരു സെക്യൂരിറ്റിയാണ് ഖുർആൻ ഓതുക എന്നുള്ളത്.